ഹലോ നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അലീനയോട് വൈജയന്തി ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണല്ലോ. ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം, എന്തുണ്ടാക്കണം, ഓരോ കടിയിലേക്കും ഒക്കെ ഓരോ പലഹാരത്തിലേക്കും എന്തൊക്കെയാണ് കറികൾ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നേരം വൈജയന്തി പിന്നെയും തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെ ബാലചന്ദ്രനോട് ഒരു ജോലിക്കാരിയും കിന്നാരം പറയാനായിട്ട് പോയിട്ടില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എന്നെപ്പറ്റി അറിയാഞ്ഞിട്ടാണ്, ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയണേ. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഭർത്താവ് തൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണല്ലോ, അങ്ങനെയാണ് അലീന കാണുന്നത്. പക്ഷേ വൈജയന്തിക്ക് അറിയില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും. നീ ആരാണെന്നാ, നിന്നെപ്പറ്റി ഞാൻ ഇനി എന്തറിയാനാ, എനിക്ക് അതിൻ്റെ ആവശ്യം എന്താ, നീ വെറും ഒരു ഓർഫനല്ലേ, പിന്നെ അതിൽ കൂടുതൽ നിന്നെപ്പറ്റി ഇനി എന്താ അറിയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് വീണ്ടും അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ. അങ്ങനെയല്ല, സാറിനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത് എന്ന് പറയട്ടോ അലീന. നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തോ? നിൻ്റെ അച്ഛനോ? ആരാടി നിൻ്റെ അച്ഛൻ? അങ്ങനെയൊന്നും കാണണ്ട, നീ ഇവിടുത്തെ ഒരു സെർവൻറ്റ് മാത്രമാണ്, അല്ലാതെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുമൊന്നും വേണ്ട, ഇവിടുത്തെ സാറായിട്ട് തന്നെ കണ്ടാൽ മതി എന്നൊക്കെ പറയണം. ആ റെസ്പെക്റ്റ്, ആ ബഹുമാനം കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടമല്ല ബാലചന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ഈ കിന്നാരം പറഞ്ഞുകൊണ്ട് നടക്കുന്നതും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതൊന്നും. ബാലചന്ദ്രൻ നിനക്കിട്ടൊരു സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്, എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും വർത്തമാനം പറയാനായിട്ട് നിൽക്കണ്ട, ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ എന്നിട്ട് അവളോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയും അതുപോലെ രേവതിക്കുട്ടീനെയൊക്കെ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മാമച്ചാൻ ഇങ്ങനെ പുക വലിക്കുന്നത് കാണുക കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് രേവതിക്കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഗ്രേസമ്മയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇതേ വന്നേ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം, ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ. അപ്പോൾ നീ എങ്ങോട്ടാ കൊച്ചെ എന്നെ കൊണ്ടുപോകുന്നത്, എൻ്റെ കയ്യേന്ന് വിട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ആൻറ്റി അറിയുന്നുണ്ടോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പോകട്ടോ. നീ ഒന്ന് കയ്യേന്ന് വിട്ട് മെല്ലെ കൊണ്ടുപോകും, ഞാനിപ്പോൾ തടഞ്ഞു വീഴുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല എന്ന് പറയാട്ടോ. എന്നിട്ട് അങ്ങനെ മാമച്ചാൻ്റെ പുറകിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കുക, ദേ അങ്ങോട്ടേക്ക് നോക്കി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സംസാരം കേട്ട് മാമച്ചാൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കട്ടോ. അങ്ങനെ പുക വലിച്ച വായലിങ്ങനെ പുക നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് പുക ഇങ്ങനെ പുറത്തോട്ട് വിടുകയാണ്. അത് കണ്ടിട്ട് കല്ലി തുള്ളി നിൽക്കട്ടോ ഗ്രേസമ്മ. ഇത് നോക്കി, പുക വലിക്കുന്നത് നോക്കി, ആൻറ്റി പറഞ്ഞേക്കുന്നതല്ലേ മാമച്ചാൻ്റെ അടുത്ത് പുക വലിക്കരുതെന്ന്, അങ്കിളുടെ അടുത്ത് പുക വലിക്കരുതെന്ന് പറഞ്ഞേക്കുന്നതല്ലേ, ഇപ്പോൾ നോക്കി നിന്ന് പുക വലിക്കുന്നത് നോക്കി, അങ്കിളിന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, എന്നിട്ട് പുകവലി ഒഴിവാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, എന്നിട്ട് അങ്കിൾ അത് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. മാമച്ചായ എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിക്കുക കേട്ടോ. ഇല്ല ഗ്രേസമ്മ, നിർത്തി, ഞാൻ ഇനി വലിക്കത്തില്ല, അറിയാതെ ഇവിടെ ഇങ്ങനെ കിടന്നത് കണ്ടപ്പോൾ എടുത്തു പോയതാണ്, ഇനി ചെയ്യത്തില്ല എന്നൊക്കെ പറയട്ടോ. മാമച്ചാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ പുക വലിക്കരുതെന്ന്, ഡോക്ടർ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്, എന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗ്രേസമ്മ ഇങ്ങനെ ഒച്ചയിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. മാമച്ചായ വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നേ, നീ പോയി ഭക്ഷണം എടുത്ത് വെച്ചാൽ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞേക്കേട്ടോ. അങ്ങനെ രേവതി ഭക്ഷണമൊക്കെ എടുത്ത് വെക്കാനായിട്ട് പോവാണ്. മാമച്ചായന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയും പോകുന്നു. ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വാ എന്ന് പറയട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമച്ചായന് വിളമ്പി കൊടുക്കട്ടെ രേവതിക്കുട്ടി. ആ സമയത്ത് മാമച്ചായൻ പറയുന്നുണ്ട്, ഇവളൊരാൾ കാരണമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പൊളിയുന്നത്, എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇവളാണ് കണ്ടെത്തുന്നത്, നിന്നെ ഞാൻ പിരിച്ചു വിടുടി എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചായൻ രേവതിക്കുട്ടീനെ ഇങ്ങനെ തല്ലാനായിട്ട് കൈ ഓങ്ങുക കേട്ടോ. ആ സമയത്ത് രേവതിക്കുട്ടി പെട്ടെന്ന് ഓടി ഗ്രേസമ്മയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുകയാണ്. ഇനിയൊന്ന് എന്നെ പിടിച്ചേ എന്നുള്ള ഭാവത്തിലാട്ടോ. ഗ്രേസമ്മയുടെ പുറകിൽ ഒളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് രക്ഷയുണ്ടെന്ന് അറിയാം. അത് കണ്ടിട്ട് ഇവരുടെ ഈ സംസാരവും കളിച്ചിരികളൊക്കെ ഗ്രേസമ്മയ്ക്കും തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ രേവതിക്കുട്ടീൻ്റെ. അങ്ങനെ രേവതിക്കുട്ടിയുടെ പുറകിൽ രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയൊന്ന് എന്നെ തല്ലിക്ക്, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊന്ന് വന്ന് തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. മാമച്ചൻ, നീ എന്താ വിചാരിച്ചത്, നിന്നെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കും, നിന്നെ പിരിച്ചുവിടും. പിന്നെ അങ്ങനെ കൊച്ചിനെ പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല, ഞാനും കൂടെ സമ്മതിക്കണ്ടേ എന്ന് പറയട്ടെ ഗ്രേസമ്മ. അങ്ങനെ കൊച്ചിനെ ഇവിടെ നിന്ന് രേവതിക്കുട്ടീനെ ഇവിടുന്ന് പിരിച്ചു വിടാൻ സമ്മതിക്കത്തൊന്നുമില്ല, രേവതിക്കുട്ടീനെ എനിക്കിവിടെ വേണം എന്ന് ഗ്രേസമ്മ പറയുന്നത് കേട്ടിട്ട് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ. അങ്ങനെ പിന്നീട് മാമച്ചാനും ഗ്രേസമ്മയും കൂടെ പോയിട്ട് രേവതിക്കുട്ടിക്ക് നല്ല ഉടുപ്പൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന സീനുകളും എപ്പിസോഡുകളും കാണിക്കുന്നുണ്ട്. അതുപോലെ പിന്നീട് അലീന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടോ. രാവിലെ അപ്പം കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട്
ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ കഴിക്കാനായിട്ട് വൈജയന്തി വരുന്നുണ്ട്. വൈജ വന്നിട്ട് കഴിക്കാനിരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്, നന്നായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ അത് കഴിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ വൈജയ്ക്ക്. എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, എന്നാലും എങ്ങനെയുണ്ട് വീണ്ടും ചോദിക്കുക കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കറികൾ ഇങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, എന്നാലും മുഴുവൻ അങ്ങോട്ട് മാർക്ക് തരാതെ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്ന് സന്തോഷിക്കുക കേട്ടോ അലീന. അമ്മയുടെ നാവിൽ നിന്ന് ആദ്യമായിട്ടൊരു നല്ല വാക്ക് കേട്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അലീനയ്ക്ക്. അപ്പോൾ എന്ന് വിചാരിച്ച് നീ വല്ലാതെ നെകളിക്കൊന്നും വേണ്ട, ഇന്നത്തെ ഫുഡ് കൊള്ളാം, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞേക്കും എന്നൊക്കെ പറയണേ. പിന്നീട് എല്ലാവരും കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ബാലചന്ദ്രനും മക്കളൊക്കെ കഴിക്കാനായിട്ട് വരികയാണ്. ബാലചന്ദ്രനും അതുപോലെ അലീനയെ നന്നായിട്ട് പ്രശംസിക്കുന്നുണ്ട് കേട്ടോ. നല്ല കറികളാണ്, നന്നായിട്ടുണ്ട് ഉണ്ടാക്കിയതൊക്കെ എന്ന് പറയാണ്. അങ്ങനെ പിന്നെ മുത്തശ്ശിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ് അലീന. അങ്ങനെ മുത്തശ്ശി കഴിച്ചിട്ട്, ഇത് നീ ഉണ്ടാക്കിയതാണോ, നല്ല ടേസ്റ്റ് ആണല്ലോ, നല്ല ടേസ്റ്റ്, നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട് എന്ന് പറയാട്ടോ. മുത്തശ്ശിയുടെ മോളും പറഞ്ഞു നല്ലതാണെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമായി. അവള് നല്ലതാണെന്ന് പറഞ്ഞോ? പറഞ്ഞു. അവള് അങ്ങനെ നല്ലതാണെന്ന് പറയത്തൊന്നുമില്ല, അവളുടെ ഉള്ളിൽ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ നിൻ്റെ ഈ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് വൈജയുടെ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ഓർമ്മ വന്നത്. അവളുടെ ഒരു കൈപുണ്യം ഇതുപോലെ തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് ടേസ്റ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും. വൈജയന്തി ഉണ്ടാക്കിയ ഭക്ഷണമാണോ എന്നുള്ളത്, അതേ ഒരു ടേസ്റ്റാണ് നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിനും. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ കൈപുണ്യമാണല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയട്ടോ. വൈജ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷേ അവൾ അടുക്കളയിൽ ഇപ്പോഴൊന്നും കയറത്തില്ലല്ലോ, ജോലിയൊക്കെ അല്ലേ. പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു, നല്ല ടേസ്റ്റാണ്, അതേ കൈപുണ്യം തന്നെയാണ്, അതേ ടേസ്റ്റാണ് നീ ഉണ്ടാക്കിയ ഈ കറികൾക്കെന്ന് പറയുന്നത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. തൻ്റെ അമ്മയുടെ കൈപുണ്യമാണ് തനിക്കെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ മുത്തശ്ശി, അമ്മയുടെ കൈപുണ്യമല്ലേ എനിക്ക് വരുള്ളൂ എന്ന് പറയാട്ടോ. അലീന അറിയാതെ പറഞ്ഞു പോവാട്ടോ. അമ്മയുടെ കൈപുണ്യം അല്ല, എൻ്റെ അമ്മയുടെ കൈപ്പുണ്യമായിരിക്കുമല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ അമ്മയും ചിലപ്പോൾ നല്ല കുക്കായിരിക്കും, നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആളായിരിക്കും എന്നൊക്കെ പറയാണ് അലീന. പിന്നീട് അടുത്ത ഈ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കാണിക്കാനായിട്ട് പോകുന്ന മറ്റൊരു രംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനു അലീനയും മുത്തശ്ശിയും കാണാൻ വരുന്നതും, അതുപോലെ ഹരി കടപ്പാട്ടൂരിലേക്ക് സ്റ്റേ ചെയ്യാനായിട്ട് അലീനയെ എങ്ങനെയെങ്കിലും വശത്താക്കണമെന്ന് കരുതിക്കൂട്ടി വരുന്ന എപ്പിസോഡുകളൊക്കെയാണ്. മനു മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ മനു വരാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നാളെയും മറ്റന്നാളും ആയിട്ട് തന്നെ മനുവിൻ്റെ എപ്പിസോഡ് വരുന്നതായിരിക്കും. എന്തായാലും നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് മനു വരുന്ന എപ്പിസോഡിനായിട്ടാണ്. മനു അലീന തമ്മിലുള്ള ആ കോംബോ എപ്പിസോഡുകൾക്കാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഉടനെ തന്നെ അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ അലീനയും മനുവും തമ്മിലുള്ള ഒരു ഇഷ്ടവും പ്രണയവും ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അലീനയ്ക്ക് എന്ത് സപ്പോർട്ടിനും എന്ത് കാര്യത്തിനും ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനു സപ്പോർട്ട് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡുകളും അതുപോലെ പ്രൊമോ റിവ്യൂസും അതുപോലെ അപ്കമ്മിങ് എപ്പിസോഡൊക്കെ സ്റ്റോറിയായിട്ട് ഞാനിവിടെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.